ഹായ്, ഇപ്പോൾ നമുക്കിന്ന് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റയെ പറ്റി പഠിക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് പ്രീവിയസ് ചാപ്റ്ററിൽ നമ്മൾ കളക്ഷൻ ഓഫ് ഡാറ്റയെ പറ്റി കണ്ടല്ലേ. ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നതിനെ പറ്റി കൊണ്ട് അപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞിരുന്നത് എന്താണ്, റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡാറ്റ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു വാലിഡ് കൺക്ലൂഷനിലേക്ക് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എത്താനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കളക്ട് ചെയ്ത ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം. സോ ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ അന്ന് വാലിഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടും. സോ ദാറ്റ് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ. അപ്പോൾ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാൻ പഠിച്ചു, പക്ഷേ പഠിച്ച ഡാറ്റ വെച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യണം, ഓർഗനൈസ് ചെയ്യുന്നതെന്ന് ഇൻഫർമേഷൻസ് എടുക്കാനായിട്ട് പറ്റണം. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, എക്കണോമിസ്റ്റ് ആവുന്നത്. ഓക്കെ, എക്കണോമിക്സ് പഠിക്കുന്നതിനാണ് ഫോർ ബീയിങ് ആൻ എക്കണോമിസ്റ്റ് അല്ലേ. സോ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ. സോ അതാണ് +1 ചാപ്റ്ററിൽ സ്റ്റാറ്റിസ്റ്റിക്കിലെ ചാപ്റ്റർ 3 നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു, ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ. ഹൗ വി ക്യാൻ ഓർഗനൈസ് ദ ഡാറ്റ. നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ ഓർഗനൈസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഡാറ്റ എങ്ങനെ കളക്ട് ചെയ്യണമെന്ന് പഠിച്ചു, ഇനി കളക്ട് ചെയ്ത ഡാറ്റ എങ്ങനെ ഓർഗനൈസ് ചെയ്യണമെന്ന് പഠിക്കാം. ഓക്കെ, ഓർഗനൈസ് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റൂ, അതിന് വാലിഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എടുക്കാൻ പറ്റും. സോ ദാറ്റ്സ് ഇറ്റ്. സോ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ. സോ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ, വാട്ട് ഇറ്റ് മീൻസ്. In organization of the data, first item is classification of data. നമ്മൾ ഓർഗനൈസേഷനിൽ ആദ്യത്തെ പരിപാടി എന്താണ്, ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം അല്ലേ. ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഇൻഫർമേഷൻസ്, ഒരുപാട് ഡാറ്റ ഉണ്ട്. ആ ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യണം, പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യണം. ഒന്നെങ്കിൽ ഡാറ്റ ഇപ്പം ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയുടെ ബേസിൽ എന്ത് ചെയ്യണം, നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യണം. ക്ലാസിഫിക്കേഷൻ മീൻസ് arranging or organizing things into groups or classes based on some criteria. ചില ക്രൈറ്റീരിയയുടെ ബേസിൽ എന്ത് ചെയ്യുക, നമ്മൾ ക്ലാസ് ഈ പറയുന്ന മൊത്തം കളക്ട് ചെയ്ത ഡാറ്റ വലിയ ഡാറ്റ ആയിരിക്കുമല്ലോ, ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യണം, ചില ബേസിക് ക്രൈറ്റീരിയയുടെ അല്ലെങ്കിൽ ചില കണ്ടീഷൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം, കാറ്റഗറൈസ് ചെയ്യണം ഇൻ ടു ക്ലാസസ് ഓർ സം ഗ്രൂപ്പ്സ് ആയിട്ട്, അല്ലെങ്കിൽ സിമിലർ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഒക്കെ ബേസിൽ ക്ലാസസ് ആയിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കാറ്റഗറൈസ് ചെയ്യണം. ദ അൺക്ലാസിഫൈഡ് ഡാറ്റ ഇസ് കോൾഡ് റോ ഡാറ്റ. ക്ലാസിഫൈ ചെയ്യാത്ത ഡാറ്റയാണ് നമ്മൾ എന്ത് ചെയ്യുക, റോ ഡാറ്റ എന്ന് പറയും. അപ്പോൾ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്തപ്പം ഒരു 100 ക്വസ്റ്റ്യൻ ഡാറ്റ നമ്മളൊരു 1000 റെസ്പോണ്ടൻസിൻ്റെ അടുത്ത് കളക്ട് ചെയ്തു. സോ ചിഹ്ന ഭിന്നമായി കിടക്കുന്ന ഡാറ്റയാണ്. ഓക്കെ, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഡാറ്റയെ കാറ്റഗറൈസ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ കാറ്റഗറൈസ് ചെയ്യണം. ഓക്കെ, ഏജിൻ്റെ ബേസിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നു, റെസ്പോണ്ടൻ്റ് ഏജിൻ്റെ ബേസിൽ. ഓക്കെ, ഇപ്പോൾ 20 വയസ്സ് വരെ, 10 മുതൽ 20 വയസ്സ് വരെയുള്ള റെസ്പോണ്ടൻസ് ഇത്ര. അതുപോലെ തന്നെ 20 മുതൽ 40 വരെയുള്ള റെസ്പോണ്ടൻസ് ഇത്ര, 40 ആൻഡ് എബോവ് ഇത്ര. സോ നമ്മൾ കാറ്റഗറൈസ് ചെയ്തു. എന്തിൻ്റെ ബേസിൽ, ഏജ് എന്ന് പറയുന്ന കാറ്റഗറിയുടെ ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തു, ഒരു സെയിം ഗ്രൂപ്പിൻ്റെ ബേസിൽ. അതേപോലെ തന്നെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാണ് റൂറൽ ആൻഡ് അർബൻ ബേസിൽ. ഇപ്പം റൂറൽ ഏരിയയിൽ നിന്നുള്ള ആളുകളുടെ റെസ്പോൺസ് ഇങ്ങനെയൊക്കെയാണ്, 1000 പേരിൽ അർബൻ ഏരിയയിൽ നിന്നുള്ള ആളുകളുടെ റെസ്പോൺസ് ഇങ്ങനെയൊക്കെയാണ്. സോ അങ്ങനെ അതിൻ്റെ ബേസിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നു. സോ ക്ലാസിഫിക്കേഷൻ മീൻസ് അറേഞ്ചിങ് ഓർ ഓർഗനൈസിങ് തിങ്സ് ഇൻ ടു ഗ്രൂപ്പ്സ് ഓർ ക്ലാസസ് ബേസ്ഡ് ഓൺ സം ക്രൈറ്റീരിയ. ചില ക്രൈറ്റീരിയയുടെ ബേസിൽ, ആ ക്രൈറ്റീരിയ സിമിലർ ക്രൈറ്റീരിയസ് ആയിരിക്കും, അതിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുക, ദ ഹോൾ ഡാറ്റയെ നമ്മൾ ക്ലാസസ് ആയി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായി തിരിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, കാറ്റഗറൈസേഷൻ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുക. ക്ലാസിഫൈ ചെയ്യാത്ത ഡാറ്റയെ നമ്മൾ എന്ത് പറയും, അൺഓർഗനൈസ്ഡ് ഡാറ്റ എന്ന് പറയും. ഓക്കെ, ആ ഡാറ്റ വെച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനായിട്ട് എന്ത് പറ്റില്ല, സാധിക്കില്ല. ഓക്കെ, സോ ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, എന്താണ് ക്രോണോളജിക്കൽ, ഒരു ക്ലാസിഫിക്കേഷനിലെ മെത്തേഡാണ് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. എന്താണെന്ന് നോക്കാം. In chronological classification, data are classified either in ascending or in descending order with reference to time such as years, quarters, months, weeks, etc. Chronological data എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റയെ സമയത്തിന്റെ ബേസിൽ അറേഞ്ച് ചെയ്യുക. ഒന്നെങ്കിൽ കുറഞ്ഞ സമയത്തിൽ നിന്ന് കൂടിയ സമയത്തിലേക്ക്, അല്ലെങ്കിൽ കൂടിയ സമയത്ത് നിന്ന് കുറഞ്ഞ സമയത്തിലേക്ക് അറേഞ്ച്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ GDP ഡാറ്റ, കഴിഞ്ഞ 10 വർഷത്തെ ഇന്ത്യയുടെ GDP ഡാറ്റ, അതായത് കഴിഞ്ഞ 10 വർഷത്തെ ഇന്ത്യയുടെ GDP ഡാറ്റ, അതിനെ നമുക്ക് ക്രോണോളജിക്കലായിട്ട് എങ്ങനെ അറേഞ്ച് ചെയ്യാം. ഇപ്പോൾ 2012 to 2021 isn't it? So 2011 to 2021 ഡാറ്റയാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വിചാരിക്കുക. അപ്പം 2001, 2002, 2003 അപ് ടു 2022. സോ അങ്ങനെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, താഴേന്നും വരാം. എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ 21 അറേഞ്ച് ചെയ്തു, ദെൻ 2020, 2019, 2018 അങ്ങനെ ഡിസെൻഡിങ് ഓർഡറിലും അറേഞ്ച് ചെയ്യാം. ഇതിനാണ് നമ്മൾ ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ പറയുക. എന്ന് വെച്ചാൽ ഡാറ്റയെ സമയത്തിന്റെ ബേസിൽ, ടൈമിന്റെ ബേസിൽ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ക്രോണോളജിക്കൽ അറേഞ്ച്മെന്റ് എന്ന് പറയുക. ഇവിടെ സമയം ഇറ്റ് ക്യാൻ ബി ഇയേഴ്സ്, ക്വാർട്ടേഴ്സ്, മന്ത്സ്, വീക്സ്, ഡെയിലി ഡാറ്റ. ഓക്കെ, സോ ഡാറ്റയെ ക്ലാസിഫിക്കേഷൻ ഇസ് മെയ്ഡ് ബേസ്ഡ് ഓൺ ടൈം ഇന്റർവെൽസ്, എയ്തർ ഇയർ, ക്വാർട്ടർ, മന്ത് ഓർ ഡെയിലി ബേസിസ്. And based on that time, data is being arranged either in ascending order or in descending order. അതിനാണ് നമ്മൾ എന്ത് പറയുക, ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. ഓക്കെ, സോ
Special classification. What is special classification? Another classification method is special classification. What is special classification? In special classification, the data are classified with reference to geographical locations such as countries, states, cities, district, etc. Okay. So chronologically, we will samayatinte basis arrange cheyunnu. Ivide endana place inde basis arrange cheyunnu allengil oru locality ide basis nammal data arrange cheyunnu. So in special classification, the data are classified with reference to endinte basis nammal special classification data arrange cheyunnu geographical location. Okay, geographical location basis nammal arrange cheyana edakeyana such as countries inde basis arrange cheyunnu, adapole states inde basis arrange cheyunnu, city ide basis arrange cheyunnu, allengi district allengi panchayat angane oru geographical location basis arrange cheyanengil endana adu special classification. So chronological എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇയറിന്റെ ടൈമിന്റെ ബേസിൽ അറേഞ്ച് ചെയ്യുന്നു. ടൈം, ഇയർ, മന്ത്, ക്വാർട്ടർ അങ്ങനെ സമയത്തിന്റെ ബേസിൽ അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ആണെങ്കിൽ അത് ക്രോണോളജിക്കൽ ഡാറ്റ ക്ലാസിഫിക്കേഷൻ. ഇനി നമ്മൾ സ്പെഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിയോഗ്രഫിക്കൽ ലൊക്കേഷന്റെ ബേസിൽ നമ്മൾ ഡാറ്റ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ എന്താണ് സ്പെഷ്യൽ ക്ലാസിഫിക്കേഷൻ. ഓക്കെ. Then qualitative classification. Some attributes, qualitative classification is quality based data classification. Some attributes, for example, nationality, literacy, regions, gender, marital status, etc. cannot be measured. Classification of such attribute is called qualitative classification. See, chala കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനറിൽ ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ലൈക്ക് നാഷണാലിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ വി ബിലോങ്സ് ഫ്രം ദിസ് നാഷൻ നമുക്ക് അങ്ങനെ പറയാം. അതുപോലെ ലിറ്ററസി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് പറയാൻ പറ്റും ഇപ്പം ഇപ്പം ഞാൻ മാസ്റ്റർ ഓഫ് കോമേഴ്സ് കംപ്ലീറ്റ് ചെയ്തു, ഒരു മാസ്റ്റർ ഓഫ് സൈക്കോളജി കംപ്ലീറ്റ് ചെയ്ത ആളുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരെയും കൂടി കമ്പയർ ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുമോ മാസ്റ്റർ ഓഫ് കോമേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ മോർ സുപ്പീരിയർ ആണ്, അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് സൈക്കോളജി കംപ്ലീറ്റ് ചെയ്ത് അദ്ദേഹം മോർ സുപ്പീരിയർ ആണ്? നോ, ഇറ്റ് ഇസ് ഇമ്പോസിബിൾ. സോ പരസ്പരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ പറ്റില്ല. സോ നാഷണാലിറ്റി, ലിറ്ററസി, റിലീജിയൻ, ജെൻഡർ, മാർഷ്യൽ സ്റ്റാറ്റസ് എക്സെട്ര ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെയൊക്കെ ബേസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ലേ. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ നാഷണാലിറ്റിയുടെ ബേസിൽ ഇന്ത്യൻസ്, അതേപോലെ തന്നെ അമേരിക്കൻസ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ മാർഷ്യൽ സ്റ്റാറ്റസ്, മാരീഡ്, അൺമാരീഡ് അങ്ങനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ അതിനാണ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ മെഷർ ചെയ്യാൻ പറ്റാത്ത ക്വാളിറ്റിയുടെ ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഇസ് കോൾഡ് ആസ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. സം ആട്രിബ്യൂട്ട്സ്, ചില കാര്യങ്ങൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല, ലൈക്ക് മാറ്റർ സ്റ്റാറ്റസ്, നാഷണാലിറ്റി, ജെൻഡർ, റിലീജിയൻ ആൻഡ് ഓൾ ദോസ് തിങ്സ്. സോ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദോസ് ക്വാളിറ്റേറ്റീവ് ആട്രിബ്യൂട്ട്സ്, ആ ക്വാളിറ്റേറ്റീവ് ആട്രിബ്യൂട്ട്സിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷനാണ് നമ്മൾ എന്ത് പറയുക, ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. So quantitative classification, some attributes, for example height, weight, etc. can be measured. നമ്മൾ കണ്ടു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ മെഷർ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഏതൊക്കെയാണത്? ഹൈറ്റ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്, ഏജ് ഉണ്ട്, ഇൻകം ഉണ്ട്, മാർക്സ് ഓഫ് സ്റ്റുഡൻസ്, ഇതെല്ലാം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. സോ ആർ ക്വാണ്ടിറ്റേറ്റീവ് ഇൻ നാച്ചർ, ഇതെല്ലാം ക്വാണ്ടിറ്റേറ്റീവ് ആണ്. സോ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ദീസ് ക്വാണ്ടിറ്റേറ്റീവ് attributes are called quantitative classification. For example, പറയുകയാണെങ്കിൽ മാർക്ക് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇന്ന സ്റ്റുഡൻറ്റിന് 50 കിട്ടി, അടുത്ത ആൾക്ക് 60 കിട്ടി, അടുത്ത ആൾക്ക് 80 കിട്ടി, നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കെ, നമുക്കത് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ബേസിൽ നമുക്ക് അങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. 60 എബോവ് കിട്ടിയവർ, 50 എബോവ് കിട്ടിയവർ, 40 എബോവ് കിട്ടിയവർ, അങ്ങനെ 50 to 40 to 50 ഒരു ക്ലാസ്, ഒരു സം ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പായിട്ട് തിരിക്കുക, 10 സ്റ്റുഡൻസ് അതിൻ്റെ അകത്ത്. ദെൻ 40 to 50 അനദർ ക്ലാസിഫിക്കേഷൻ, അതിൽ ഇത്ര സ്റ്റുഡൻസ്. അങ്ങനെ എന്ത് ചെയ്യാം, ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സിന്റെ ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. ഓക്കെ. ദെൻ വേരിയബിൾസ്, കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രീറ്റ്. സോ നമുക്കിനി വേരിയബിൾസിനെ പറ്റി പറയാം. വാട്ട് ഇസ് വേരിയബിൾ? വേരിയബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേരി ചെയ്യുന്ന സംഭവത്തിനാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ GDP എടുത്തു കഴിഞ്ഞാൽ വേരിയബിൾ ആണ് അല്ലേ. ഇപ്പം GDP നമുക്ക് വേരിയബിൾ ആയിട്ട് പറയാം. ഇന്ത്യയുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഒരു വേരിയബിൾ ആണ്. അപ്പോൾ 10 വർഷത്തെ GDP എടുത്തു കഴിഞ്ഞാൽ സ്റ്റാറ്റിക് അല്ല, അത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനമല്ല, അത് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. കഴിഞ്ഞ വർഷം ഇത്ര GDP ആയിരുന്നു, പക്ഷേ ഈ വർഷത്തിലേക്ക് വന്നപ്പം അത് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഇത്രമാത്രം വേരി ചെയ്തു. സോ ഇറ്റ് ഈസ് വേരിയിങ്. സംതിങ് ദാറ്റ് ഈസ് വേരിയിങ് ഇസ് കോൾഡ് വേരിയബിൾ. ഓക്കെ. സോ വേരിയബിൾ can be either continuous or discrete. We can see a variable differs on the basis of specific criterion. Criterion the basis variable vary ചെയ്യുന്നുണ്ട്. Okay, so like variable differs on the basis of specific criterion. They are broadly classified into two type. Variable നമുക്ക് vary ചെയ്യുന്നതാണ് variable. So variable നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. It can be either continuous or it can be discrete. ഒന്നെങ്കിൽ കണ്ടിന്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ആയിരിക്കും. ലെറ്റ്സ് സീ വാട്ട് ഇറ്റ് ഇസ്. അപ്പോൾ നമ്മൾ കണ്ടു കണ്ടിന്യൂസ് വേരിയബിൾ ആവുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ടോ അല്ലേ. ഇപ്പം ഞാൻ പറഞ്ഞു ഹൈറ്റ് 160 to 170 എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ അകത്ത്
160 to 170 ഏത് ഹൈറ്റുള്ള ആൾക്ക് വേണമെങ്കിലും അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താം. സോ ഇൻഫൈനൈറ്റ് പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന 160 to 170 10 ഒബ്സർവേഷൻ അല്ലേ ഉള്ളൂ എന്നായിരിക്കും. 61 62 അങ്ങനെയല്ല. ഇപ്പോൾ 60 കഴിഞ്ഞ് കഴിഞ്ഞാൽ 60.111 വരാം, 60.112 വരാം. അങ്ങനെ ആ പോയിന്റും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ്. കാരണം എന്താണ്, കണ്ടിന്യൂസിൻ്റെ അകത്ത് റിയൽ നമ്പറും പറ്റും, ഫ്രാക്ഷനും പറ്റും. അപ്പോൾ ആ 160 to 170 എന്ന് പറയുമ്പോൾ പോയിന്റ് എല്ലാം കൂടി ഉൾപ്പെടുത്തുമ്പോൾ എന്താണ്, ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ അതിൻ്റെ അകത്തുണ്ടാവും. ഡിസ്ക്രീറ്റിലേക്ക് വരുന്ന സമയത്ത് ഡിസ്ക്രീറ്റ് നമ്പേഴ്സിന് പക്ഷേ ഡിസ്ക്രീറ്റ് വേരിയബിളിൻ്റെ പ്രശ്നമുണ്ട്. അതിന് പ്രശ്നമല്ല, അതിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സ്പെസിഫിക് വാല്യൂസ് മാത്രം എടുക്കാൻ പറ്റും. അതിൻ്റെ അകത്തുള്ള ഒബ്സർവേഷൻ, അതിന് വരുന്ന ചേഞ്ചസും എന്തായിരിക്കും, ഫൈനൈറ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫാമിലിയിലെ നമ്പർ ഓഫ് ചിൽഡ്രൻസ് നമ്മൾ ഒരു കുട്ടിയുണ്ട്, 2 കുട്ടിയുണ്ട്, 1.5 കുട്ടിയുണ്ടെന്ന് ആരെങ്കിലും പറയും? ഇല്ല. ഹൈറ്റ് നമുക്ക് പറയാം 160.5 സെന്റിമീറ്റർ ഉണ്ട്. പക്ഷെ കുട്ടിയുടെ കേസിൽ ഇപ്പം എൻ്റെ വീട്ടിൽ 1.5 കുട്ടിയുണ്ടെന്ന് ആരും പറയില്ല. ഒന്നെങ്കിൽ ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടിയല്ലേ. അപ്പം അത് ഡിസ്ക്രീറ്റ് ആണ്. ഓക്കെ, സോ അതാണ് ഡിസ്ക്രീറ്റിന്റെ പ്രത്യേകത. ഡിസ്ക്രീറ്റ് വേരിയബിൾ ക്യാൻ ടേക്ക് ഓൺലി സ്പെസിഫിക് വാല്യൂസ് ആൻഡ് ദ ചേഞ്ചസ് ഇൻ ദാറ്റ്, അതായത് ഡിസ്ക്രീറ്റ് വേരിയബിളിൽ വരുന്ന ചേഞ്ചസ് എന്തായിരിക്കും, ഫൈനൈറ്റ് ആയിരിക്കും. പക്ഷേ കണ്ടിന്യൂസിലേക്ക് വരുമ്പം ഇൻഫൈനൈറ്റ് പോസിബിലിറ്റി ഉണ്ട് വിത്തിൻ ദാറ്റ് ഫ്രെയിം. അതായത് ഏജ് ഓർത്ത് വെക്കുക, 160 to 170 എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇൻഫൈനൈറ്റ് പോസിബിലിറ്റി ഉണ്ട്. ഏത് പോസിബിലിറ്റിയും ആ ക്ലാസിൻ്റെ അകത്ത് ഉൾപ്പെടുത്താം. ഡിസ്ക്രീറ്റിലേക്ക് വരുന്ന സമയത്ത് സ്പെസിഫിക് വാല്യൂസ് മാത്രമേ അതിനുണ്ടാവും. അതുകൊണ്ട് തന്നെ ചേഞ്ചസും എന്തായിരിക്കും, സ്പെസിഫിക് ആൻഡ് നാച്ചർ ആയിരിക്കും. നമ്പർ ഓഫ് ചിൽഡ്രൻസ് ഇൻ എ ഫാമിലി, നമ്പർ ഓഫ് ബുക്സ് ഇൻ ലൈബ്രറി എക്സെട്ര. 1.5 ബുക്ക് ഉണ്ടെന്ന് ആരും പറയാറില്ലല്ലോ, അതുപോലെ 1.5 ചിൽഡ്രൻസ് ഉണ്ടെന്ന് ആരും പറയാറില്ല. സോ ദിസ് ഇസ് ഡിസ്ക്രീറ്റ് വേരിയബിൾസ്. ദെൻ വാട്ട് ഈസ് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ? എന്താണ് ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ? ട്രിക്കി ക്വസ്റ്റ്യൻ. സോ നമുക്ക് കാണാം. So a frequency distribution is a comprehensive way to classify raw data of a quantitative variable. ഒരു ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിളിനെ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക. ഓക്കെ, it shows how different values of a variable are distributed in different classes along with their corresponding class frequencies. അതായത് ഒരു വേരിയബിൾ അക്രോസ് ഡിഫറെൻറ്റ് ക്ലാസ്സസ്, അതിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസ്സുകളിൽ എങ്ങനെയാണ് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പം സ്റ്റുഡൻസിൻ്റെ ഹൈറ്റ് എടുക്കാമെന്ന് വിചാരിക്കാം. ഓക്കെ, സ്റ്റുഡൻസിൻ്റെ ഹൈറ്റ് വേണ്ട, മാർക്ക് എടുക്കാം. ഓക്കെ, മാർക്ക് എടുക്കുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ പാസ് മാർക്ക് മാത്രം നമുക്ക് എടുക്കാം. അല്ല, പാസ് മാർക്ക് വേണ്ട, മൊത്തം മാർക്ക് എടുക്കാം. 80 ടോട്ടൽ മാർക്ക്. സോ 1 to 20 കിട്ടിയ സ്റ്റുഡൻസ് ഉണ്ടാവും, 20 to 30 കിട്ടിയ സ്റ്റുഡൻസ്, 20 to 40 കിട്ടിയ, നമുക്ക് അങ്ങനെ എടുക്കാം. 40 കിട്ടിയ സ്റ്റുഡൻസ് ഉണ്ടാവും, 40 to 60 ഉണ്ടാവും, 60 to 80 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ക്ലാസ് ആയിട്ട് തിരിച്ചു. 1 to 20 ഒരു ഗ്രൂപ്പ്, 20 to 40 ഒരു ഗ്രൂപ്പ്, 40 to 60 ഒരു ഗ്രൂപ്പ്, 60 to 80 അനദർ ക്ലാസ്. അങ്ങനെ എത്ര ക്ലാസ് ആയി? 1 to 20, 20 to 40, 40 to 60, 60 to 80. നമുക്കിപ്പോൾ എത്ര ഉണ്ട്? 4 ക്ലാസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പം 4 ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ഓരോ ക്ലാസ്സിലും എത്ര സ്റ്റുഡൻസ് വീതം വരുന്നു. ഇപ്പോൾ 1 to 20 എത്ര സ്റ്റുഡൻസ് വരുന്നു? ഫോർ എക്സാമ്പിൾ 10 സ്റ്റുഡൻസ്. മൊത്തം സ്റ്റുഡൻസിൽ 10 സ്റ്റുഡൻസ് എന്താണ് 1 to 20 വരുന്നത് മാർക്കിൻ്റെ ബേസിൽ. 20 to 40 ഒരു 20 പേര് വരുന്നു, 20 to 20 പേര് വരുന്നു, 20 to 40 20. ഓക്കെ, 40 to 60 ഒരു 30 പേര് വരുന്നു, 60 to 80 ഒരു 8 പേര് വരുന്നു. ഓക്കെ, ടോട്ടൽ സ്റ്റുഡൻസിന്, അതായത് ഓരോ ക്ലാസ്സിലും എത്രമാത്രം സ്റ്റുഡൻസ് ആണ് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ എത്രമാത്രം സ്റ്റുഡൻസ് ആണ് മാർക്കിന്റെ ബേസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഫ്രീക്വൻസി. ഓക്കെ, ക്ലാസ് വിൽ ബി കാറ്റഗറൈസേഷൻ. സോ ഹൗ മച്ച് ഇറ്റ് ഈസ് ഫ്രീക്വന്റ്ലി റിപ്പീറ്റിംഗ് വിത്തിൻ ദ ക്ലാസ് ഇസ് കോൾഡ് വാട്ട് ഫ്രീക്വൻസി. So a frequency distribution, okay, comprehensive way ആണ് distributed in different classes along with their corresponding class frequencies. Okay, ഓരോ ക്ലാസ്സിനും കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഉണ്ടാവും. നിങ്ങൾ സ്റ്റുഡൻസിന്റെ എക്സാമ്പിൾ ഓർത്ത് വെക്കുക. മാർക്കിന്റെ ബേസിൽ നമ്മൾ സ്റ്റുഡൻസിനെ 4 ആയിട്ട് തിരിച്ചു. അപ്പം ഓരോ കാറ്റഗറിയിൽ ഇപ്പോൾ 1 to 20 എത്ര സ്റ്റുഡൻസ് വരുന്നു, അപ്പം ആ 1 to 20 വരുന്ന സ്റ്റുഡൻസിന്റെ എണ്ണമാണ് എന്ത് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ ഈച്ച് ക്ലാസ്സിന്റെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഈസ് ബൗണ്ടഡ് ബൈ ക്ലാസ് ലിമിറ്റ്സ്. സോ ഓരോ ഇപ്പോൾ നമ്മളൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എടുത്ത് അതിൻ്റെ അകത്ത് എന്തുണ്ടാവും, ക്ലാസ് ഉണ്ടാവും, ഫ്രീക്വൻസി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ എക്സാമ്പിളിൻ്റെ കേസിൽ സ്റ്റുഡൻസ് മാർക്കിൻ്റെ ബേസിലുള്ള ക്ലാസ്സും പിന്നെ ഓരോ ക്ലാസ്സിലും എത്ര സ്റ്റുഡൻസ് വീതം വരുന്നു, അതായത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന എണ്ണം, ദാറ്റ് ഇസ് ഫ്രീക്വൻസി. സോ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എടുത്താൽ എന്തുണ്ടാവും, ക്ലാസ്സും ഉണ്ടാവും, ഫ്രീക്വൻസി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ എന്താണ്, അതിന് ക്ലാസ്സിന് ലിമിറ്റ് ഉണ്ട് അല്ലേ, ക്ലാസ്സിനൊരു ലിമിറ്റ് ഉണ്ട്. ഇപ്പോൾ മാർക്കിൻ്റെ ബേസിൽ 1 to 20 അല്ലെങ്കിൽ 20 to 40 എന്ന് പറയുമ്പം 20 ആണ് വരുന്ന ലിമിറ്റ് അല്ലേ. 1 to 20 വരുന്നു, 20 to 40 വരുമ്പോൾ എക്സ്ട്രാ 20. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് ക്ലാസ് ലിമിറ്റ്. ഓക്കെ, 20. Each class in a frequency distribution table is bounded by class limit. Frequency distribution table classum frequency ഉണ്ടാവും. So class will be bounded by class limit. Class limits are the two ends of the class. Class ന്റെ രണ്ട് എൻഡിനെയാണ് നമ്മൾ എന്ത് പറയാ,
ഇപ്പം നമ്മൾ ക്ലാസ് ലിമിറ്റ് എന്ന് പറയാം, അപ്പർ ലിമിറ്റ് ഉണ്ടാവും, ലോവർ ലിമിറ്റ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു, ഇപ്പോൾ നമ്മുടെ ക്ലാസ് എന്തൊക്കെയാണ് 1 to 20, 20 to 40, 40 to 60, 60 to 80. സോ 1 to 20 എന്ന് പറയുന്ന സമയത്ത് 1 is lower limit and 20 is upper limit for that class. ആ ക്ലാസിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 1 ആണ് ലോവർ ലിമിറ്റ്, 10 ആണ് അപ്പർ ലിമിറ്റ്. വെൻ ഇറ്റ് കംസ് ടു 20 to 40 എന്ന് പറയുന്ന സമയത്ത് 20 ആണ് ലോവർ ലിമിറ്റ്, 40 ആണ് എന്ത് അപ്പർ ലിമിറ്റ്. സോ ദാറ്റ് ഈസ് ദ ലിമിറ്റ്. ഓക്കെ, സോ എല്ലാ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും ക്ലാസ്സും ഉണ്ടാവും, ഫ്രീക്വൻസി ഉണ്ടാവും. ക്ലാസ്സിന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഉണ്ടാവും. സോ ദാറ്റ് ഈസ് പുട്ട് ടുഗെദർ കോൾഡ് ലിമിറ്റ് എന്ന് നമ്മൾ പറയും. സോ ഈ ഒരു എക്സാമ്പിൾ ഓർത്ത് വെക്കുക. ദെൻ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ഒരു ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒബ്സർവേഷനാണ് ഫ്രീക്വൻസി എന്ന് പറയാം. എൻ്റെ എക്സാമ്പിളൊക്കെ ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം, ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ മാർക്ക് 1 to 20, അതിൽ എത്ര സ്റ്റുഡൻസ് 20 മാർക്കിന് ഇടയിൽ എത്ര സ്റ്റുഡൻസ് റിപ്പീറ്റ് ചെയ്തു വരും, ദാറ്റ് ഇസ് ഫ്രീക്വൻസി. 1 to 20 എന്ന് പറയുമ്പോൾ 1 ലോവർ ലിമിറ്റും 20 അപ്പർ ലിമിറ്റും ആണ്. ദാറ്റ്സ് ഇറ്റ്. സോ ദാറ്റ് ഇസ് ക്ലാസ് ലിമിറ്റ്. ദ ലോവസ്റ്റ് വാല്യൂ ഇസ് കോൾഡ് എ ലോവർ ക്ലാസ് ലിമിറ്റ്. ഓക്കെ, അതായത് ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ലോവസ്റ്റ് വാല്യൂ ആണ് ലോവർ ക്ലാസ് ലിമിറ്റ്, ഹയസ്റ്റ് വാല്യൂ ആയിരിക്കും അപ്പർ ക്ലാസ് ലിമിറ്റും. 1 to 20, 20 to 30 എന്ന് പറയുന്ന സമയത്ത് 1 to 20 1 ലോവർ ലിമിറ്റും 10 അപ്പർ ലിമിറ്റും ആണ്. 20 to 40 എടുക്കുന്ന സമയത്ത് 20 ലോവർ ലിമിറ്റും 10 അപ്പർ ലിമിറ്റും ആണ്. ഓക്കെ, ഒരു ക്ലാസിന്റെ ലോവർ ലിമിറ്റ് അടുത്ത ക്ലാസിന്റെ എന്തായിട്ട് വരും, അപ്പർ ലിമിറ്റ് ആയിട്ട് വരും. The class midpoint or class mark is the middle value of a class. It lies halfway between the lower class limit and the upper class limit of a class. So class midpoint എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലാസിന്റെ മിഡ് പോയിന്റ്, സെൻട്രൽ വരുന്ന പോയിന്റ് ആണ് എന്ത്, ക്ലാസ് മിഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പം 1 to 20 ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2 വിൽ ബി മിഡ് പോയിന്റ്. ഇപ്പോൾ 1 plus 20 divided by 2. So 21 divided by 2, how much it will be? 10.5 will be the midpoint for that class. Then 20 to 40 എടുത്തു കഴിഞ്ഞാൽ 20 plus 40, 60 divided by 2, 30 will be the midpoint of the class. Sorry, കുറച്ച് mathematically weak ആണ്. And the upper class limit of the class. So it lies halfway. So it will be between, so midpoint will be between lowest and upper, lower limit of the class and upper limit of the class, isn't it? So class interval ആണ് 20. Okay, class midpoint or class mark is equal to upper class limit plus lower class limit by 2. ഞാൻ പറഞ്ഞു. So upper class ലിമിറ്റും lower class ലിമിറ്റിന്റെ ആവറേജ് അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ 2 ആണെന്ത് ഈ പറയുന്ന ക്ലാസ് മിഡ് പോയിന്റ് എന്ന് പറയുന്നത്. സോ ആ കോൺസെപ്റ്റ് ഓർത്ത് വെക്കുക. ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന സമയത്ത് കളക്ട് ചെയ്ത ഡാറ്റയെ ക്ലാസ് ആയിട്ടും ഫ്രീക്വൻസി ആയിട്ടും തരംതിരിക്കുന്നു. സ്റ്റുഡൻസിന്റെ എക്സാമ്പിൾ ഓർക്കുക. സ്റ്റുഡൻസിന്റെ മാർക്കിന്റെ ബേസിൽ 1 to 20, 20 to 40, 40 to 60, 60 to 80 കാറ്റഗറൈസ് ചെയ്യുന്നു. ഓരോ ക്ലാസ്സിലും എത്രമാത്രം ആളുകൾ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു. സോ റിപ്പീറ്റ് ചെയ്യുന്ന കൗണ്ടാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ദെൻ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ക്ലാസ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ 2 ലിമിറ്റ് വരും, അപ്പർ ലിമിറ്റും വരും, ലോവർ ലിമിറ്റും വരും. സോ ക്ലാസിന്റെ ലോവർ ബൗണ്ട് വാല്യൂ ആണ് ലോവർ ലിമിറ്റ്, അപ്പർ ബൗണ്ട് വാല്യൂ ആണ് അപ്പർ ലിമിറ്റ്. ഇപ്പോൾ 1 to 20 ക്ലാസ് എടുത്താൽ 1 ലോവർ ലിമിറ്റും 20 അപ്പർ ലിമിറ്റും ആണ്. ക്ലാസ് ഇന്റർവെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസിന്റെ ഇടയ്ക്ക് വരുന്ന ലെങ്ത്തിനെയാണ് ക്ലാസ് ഇന്റർവെൽ എന്ന് പറയുക. 1 to 20, 20 to 40 ആ ഒരു ക്ലാസിഫിക്കേഷന്റെ ബേസിൽ 20 ആണ് ക്ലാസ് ഇന്റർവെൽ ആയിട്ട് വരുന്നത്. ദെൻ ക്ലാസ് മിഡ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. അതായത് ഒരു ക്ലാസിന്റെ മിഡ് വാല്യൂ, മിഡിൽ വരുന്ന വാല്യൂ ആണെന്ന് ക്ലാസ് ഇന്റർവെൽ എന്ന് പറയുന്നത്, സോറി ക്ലാസ് മിഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ബി ഒബ്റ്റൈൻഡ് ബൈ അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. ഓക്കെ, സോ ക്ലാസ് ഇന്റർവെൽസ്. ക്ലാസ് ഇന്റർവെൽസ് ആർ ഓഫ് 2 ടൈപ്പ്. 2 രീതിയിലുണ്ട് ക്ലാസ് ഇന്റർവെൽ. സോ ഇൻക്ലൂസീവ് ക്ലാസ് ഇന്റർവെൽസ് ഉണ്ട്, എക്സ്ക്ലൂസീവ് ക്ലാസ് ഇന്റർവെൽസ് ഉണ്ട്. എന്താണ് ഇൻക്ലൂസീവ് ക്ലാസ് ഇന്റർവെൽസ്? ഇൻക്ലൂസീവ് ക്ലാസ് ഇന്റർവെൽസ് എന്ന് പറയുമ്പം ആ ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ആ ക്ലാസ്സിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഇൻക്ലൂസീവ് ക്ലാസ് ഇന്റർവെൽ. സോ ഇൻ കേസ് ഓഫ് ഇൻക്ലൂസീവ് ക്ലാസ് ഇന്റർവെൽസ്, വാല്യൂസ് ഈക്വൽ ടു ദ ലോവർ ആൻഡ് അപ്പർ ലിമിറ്റ് ഓഫ് ദാറ്റ് ക്ലാസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഫ്രീക്വൻസി ഓഫ് ദാറ്റ് സെയിം ക്ലാസ്. അതായത് ഒരു ക്ലാസിന്റെ ഇപ്പം ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ആ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് അല്ലെങ്കിൽ ലോവർ ലിമിറ്റിന് ഈക്വൽ ആയിട്ടുള്ള വാല്യൂസ് വന്നു കഴിഞ്ഞാൽ അത് ആ ക്ലാസ്സിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഇൻക്ലൂസീവ് ക്ലാസ് എന്ന് പറയുന്നത്. ഓൺ ദി അതർ ഹാൻഡ്, വെൻ ഇറ്റ് കംസ് ടു എക്സ്ക്ലൂസീവ് ക്ലാസ്, in the case of an exclusive class, an item equal to either the upper limit or the lower limit of the class will be excluded from that class. ആ ക്ലാസ്സിന് എന്ത് ചെയ്യും, നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യും. സോ ഇൻക്ലൂസീവ് ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ആ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യും. എക്സ്ക്ലൂസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ക്ലാസ്സിൽ നിന്ന് എടുത്ത് ഒഴിവാക്കുകയാണെങ്കിൽ എന്തായി, എക്സ്ക്ലൂസീവ് ക്ലാസ് ഇന്റർവെൽസ് ആയി. ഓക്കെ, സോ ഇൻ ദ കേസ് ഓഫ് ഡിസ്ക്രീറ്റ് വേരിയബിൾ, ബോത്ത് exclusive and inclusive class intervals can be used. ഇപ്പോൾ നമ്മൾ ഡിസ്ക്രീറ്റ് വേരിയബിൾസ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഇൻക്ലൂസീവ് ക്ലാസ്സും നമുക്ക് യൂസ് ചെയ്യാം, അതേപോലെ തന്നെ എന്ത് ചെയ്യാം, എക്സ്ക്ലൂസീവ് ക്ലാസ്സും യൂസ് ചെയ്യാം.
So frequency of an observation means how many times that observation occurs in the raw data. നമ്മൾ കണ്ടു ഫ്രീക്വൻസി എന്താണെന്ന് എന്നോട് പറയുന്നത്, നമ്മൾ നേരത്തെ കണ്ടു. ഇപ്പം എത്ര സമയം എത്ര ടൈം ആണ് ആ ഒബ്സർവേഷൻ റിപ്പീറ്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ കണ്ടല്ലോ. ഇപ്പം മാർക്കിന്റെ ബേസിൽ സ്റ്റുഡൻസിനെ കാറ്റഗറൈസ് ചെയ്തപ്പം 1 to 10 എത്ര സ്റ്റുഡൻസ് റിപ്പീറ്റ് ചെയ്യുന്നു. സോ ദാറ്റ് കൗണ്ട് ഇസ് കോൾഡ് frequency. So frequency എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? Frequency of an observation means how many times the observation occurs in the raw data. Raw data യിൽ എത്ര ടൈം, how many time that observation is being repeated. That is what we called as frequency. ആ എക്സാമ്പിൾ ഓർത്ത് വെക്കുക. Then bivariate frequency distribution. What is bivariate frequency distribution? നല്ലൊരു അടിപൊളി കോൺസെപ്റ്റ് അല്ലേ അത്? പേര് തന്നെ കണ്ടില്ലേ? Bivariate frequency distribution. Bivariate. So 2 variable will be there. Bi എന്ന് പറയുമ്പോൾ എന്തായി? 2 ആയി. So 2 variables will be there. Let's see. Bivariate. A bivariate frequency distribution can be defined as the frequency distribution of 2 variables. 2 വേരിയബിളിന്റെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ എന്താ പറയുക? ബൈവേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക. ബൈവേരിയേറ്റ്, ബൈ ഇറ്റ് സെൽഫ് ഇസ് 2. സോ 2 വേരിയബിളിന്റെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെന്ത്? ബൈവേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. സിമ്പിൾ കോൺസെപ്റ്റ് ഇസ്. സോ ദിസ് ഇസ് അബൌട്ട് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ. നമ്മളപ്പോൾ ഓർഗനൈസേഷൻ പഠിച്ചു, കളക്ഷൻ ഓഫ് ഡാറ്റ പഠിച്ചു, പിന്നെ നമ്മൾ ഓർഗനൈസേഷനിലേക്ക് വന്ന് കളക്ട് ചെയ്ത ഡാറ്റ എങ്ങനെ കാറ്റഗറൈസ് ചെയ്യണം, നമ്മൾ ക്ലാസ്സസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യണം, അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കണ്ടു. ഓക്കെ, താങ്ക് യു.